ഹേ യോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻ്റെ പെസഹ വ്യാഴത്തിനന്ന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. രാവിലെ 10 മണിക്കാണ് കുർബാന. മാത്രമല്ല പള്ളിയാണെങ്കിൽ 1 മണിക്കൂർ അകലെയോ. അപ്പം പിന്നെ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ നേരെ ഒരുങ്ങാനാണ് പോയത്. എൻ്റെ നല്ല ഫ്രിസി മുടി ആയതുകൊണ്ട് ഒതുങ്ങിയിരിക്കാത്തത് കൊണ്ട് എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്യാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഞാൻ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാതെ ഞാനിപ്പോൾ പുറത്ത് പോകത്തില്ല. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? ഡു കമൻറ്റ് ഇറ്റ് ഡൗൺ ബിലോ. ഓക്കെ, ഞാനിത് നാട്ടിലെ ഏതോ ഒരു കടയിൽ നിന്ന് 600 രൂപയ്ക്ക് കണ്ട് കൊടുത്ത് മേടിച്ചതാണ്. പക്ഷേ അത് തയ്ച്ച് എൻ്റെ ദേഹത്തിട്ടപ്പോൾ എന്നെ അടിപൊളിയല്ലേ. എനിക്ക് ലിങ്കൊന്നുമില്ല, അതുകൊണ്ട് എന്നോട് ചോദിക്കല്ലേ എവിടെ നിന്നൊന്നും. സോ ഐ ഡോണ്ട് നോ, 2-3 വർഷം മുമ്പ് കണ്ട് മേടിച്ചതാണ്. അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ട് നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങിപ്പോകും. നമുക്ക് നല്ല വിശപ്പുള്ളതോട് ലഞ്ച് എല്ലാം കഴിച്ചിട്ട് ഇനി ഉച്ച കഴിഞ്ഞത്തേക്ക് അപ്പം മുറിക്കണമല്ലോ. അതിനെന്താ ചെയ്യണം? നമുക്ക് അപ്പം ഉണ്ടാക്കണം. കഴിഞ്ഞ വർഷം ഞങ്ങൾ റെഡിമെയ്ഡ് മേടിക്കുമായിരുന്നു അപ്പം. ഇപ്രാവശ്യം ഞാൻ എന്നാണെങ്കിലും തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്നങ്ങ് വിചാരിച്ചു. ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും എനിക്ക് ഹിറ്റ് ചെയ്തത് എൻ്റെ പഴയ കാലം ഓർക്കുമ്പോൾ. കാരണം കസിൻസൊക്കെ ഒരുമിച്ച് കൂടി അപ്പച്ചനും അമ്മച്ചി, രായപ്പപ്പ, ബജിപ്പാപ്പി, പപ്പ, കുമ്മച്ചി ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം കൂടെ ആയിരുന്നു. അപ്പച്ചനും രായപ്പപ്പയൊക്കെ മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളാവുന്നു. മാത്രമല്ല അതിൽ പിന്നെ നമ്മൾ അങ്ങനെ വലിയ ഫാമിലി ഗെറ്റ് ടുഗദർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയത്തില്ല, നമ്മളാരും ഇവിടെ ഇല്ല. അതാണ്, എല്ലാവരും 4 സ്ഥലത്തൊക്കെയാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ ഗെറ്റ് ടുഗദർ ഒന്നും നടന്നിട്ടില്ല സത്യം പറഞ്ഞു. അച്ചാച്ചൻ്റെ ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കാത്തലിക് പെസഹ ആഘോഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ. കാരണം എൻ്റെ ഫാമിലിയിൽ എല്ലാം മിക്സ്, കാത്തലിക്സ് ഉണ്ട്, യാക്കോബൈറ്റ് ഉണ്ട്, പെന്തക്കോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു ഒത്തൻറ്റിക് ആയിട്ട് എങ്ങനെയാണ് കാത്തലിക്സ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അച്ചാച്ചൻ്റെയൊക്കെ അവിടെ വെറൈറ്റി ആയിരുന്നു. കാരണം അവരൊക്കെ എല്ലാ വീട്ടിലും പോവും, അവിടുത്തെ ഗൃഹനാഥൻ മുറിച്ച് അപ്പം കൊടുത്ത് അങ്ങനെ ഓരോ വീട്ടിലും അവർ കയറും. അതായത് അവരുടെ നെയ്ബേഴ്സിൻ്റെ ആണെങ്കിലും ഫാമിലിയുടെ ആണെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ അവർ പോയി ചെയ്യുമായിരുന്നു. ഈ ഫാമിലിയുടെയും നെയ്ബേഴ്സിൻ്റെയൊക്കെ യൂണിറ്റി ആണല്ലോ ഇവിടുന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രൊസീജിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അച്ഛൻ്റെയൊക്കെ അവിടെ അങ്ങനെയാണ്, എല്ലാ വീടുകളിലും പോയി അപ്പം മുറിക്കുമായിരുന്നു. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പാലും അപ്പവും കൃത്യമായിട്ട് വരുമെന്ന്. അപ്പത്തിനൊരു ചെറിയ ടേസ്റ്റ് കുറവൊന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ അടുത്ത വർഷത്തെ പെസഹായ്ക്ക് അത് പിടിക്കുന്നതായിരിക്കും. നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്രാവശ്യം നമുക്ക് ചെറിയ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെതായ പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. അച്ചാച്ചനും പറഞ്ഞു പ്രശ്നമില്ലാന്ന്. പിന്നെ അങ്ങനെ അവസാനം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അച്ചാച്ചൻ അത് കട്ട് ചെയ്ത് എനിക്ക് തന്നു. ബാക്കിയുള്ള അപ്പവും പാലും നമ്മൾ അച്ചാച്ചൻ്റെ ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ സൈജു ചേട്ടന് കുറച്ച് കൊണ്ട് കൊടുത്തു. കാരണം വൈഫ് ഇവിടെ ഇല്ല, അതുകൊണ്ട് പുള്ളി ജോലിയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുള്ളിക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബാച്ചിലേഴ്സ് ആയിട്ടുള്ള 2 പെൺപിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൊണ്ട് കൊടുത്തു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ കൊണ്ട് കൊടുത്തു. ആൻഡ് they were so happy. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. I hope you all liked it and feel free to like, share, subscribe and I'll be coming back with new videos. Stay tuned. Bye bye.